അന്താരാഷ്ട്ര അവയവക്കടത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് NIAക്ക് ലഭിക്കുന്നത്. കസ്റ്റഡിയിലുള്ള മുഖ്യപ്രതി മധു ജയകുമാറാണ് റാക്കറ്റിലെ മുഖ്യ കണ്ണി എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. മധു ജയകുമാറിൽ നിന്നും അവയവക്കടത്തുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളാണ് അന്വേഷിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള 14 ഇരകളെയും NIA കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യക്കടത്ത് റാക്കറ്റിന് കേരളത്തിലെ ചില സ്വകാര്യ ആശുപത്രികളുടെ സഹായം അത് ലഭിച്ചിട്ടുണ്ട് എന്ന വിവരവും ലഭിച്ചിട്ടുണ്ട്. ഇറാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര റാക്കറ്റിന്റെ മുഖ്യ കണ്ണിയായ മധു ജയകുമാറിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടുകയാണ് NIA. മനുഷ്യക്കടത്തിന് വിധേയരായ 14 ഇന്ത്യക്കാരെയും NIA കണ്ടെത്തിയിട്ടുണ്ട്. മധു ജയകുമാറിന്റെ കസ്റ്റഡി അവസാനിച്ചതിനാൽ കാലാവധി നീട്ടിക്കിട്ടാൻ വീണ്ടും കോടതിയിൽ അപേക്ഷ നൽകിയേക്കും. മധു ജയകുമാറിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭിക്കാനുണ്ടെന്നാണ് NIA വൃത്തങ്ങൾ അറിയിക്കുന്നത്. മധു ജയകുമാറിൽ നിന്നും അവയവക്കടത്തുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളാണ് അന്വേഷിക്കുന്നത്. നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ഏറ്റെടുത്തതിന് ശേഷം കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ NIA കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. തൃശൂർ സ്വദേശി സാബിത്, എറണാകുളം സ്വദേശി സാബിത്, ഹൈദരാബാദ് സ്വദേശി ബെല്ലംകൊണ്ട രാമപ്രസാദ് എന്നിവരെയാണ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2019 ജനുവരി മുതൽ 2024 മെയ് വരെ കേരളത്തിൽ നിന്ന് ആളുകളെ കടത്തിയിട്ടുണ്ടെന്നാണ് NIA കുറ്റപത്രത്തിൽ പറയുന്നത്. ഇറാനിലായിരുന്ന മധു ജയകുമാറിനെതിരെ ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. തുടർന്ന് ഇറാനിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്ത മധുവിനെ ഈ മാസം 7-ാം തീയതിയാണ് NIA അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ ഈ മാസം 19 വരെ NIA കസ്റ്റഡിയിൽ വിട്ടു. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിലാണ് നിർണായക വിവരങ്ങൾ പുറത്തുവന്നത്. വൻതുക വാഗ്ദാനം നൽകിയാണ് ആളുകളെ ഇറാനിലെത്തിച്ചതെങ്കിലും സർജറി കഴിഞ്ഞ ശേഷം അവരെ കബളിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. സ്വീകർത്താക്കളിൽ നിന്ന് 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ ഈടാക്കിയാണ് അവയവക്കടത്ത് നടത്തിയതെങ്കിലും ദാതാക്കൾക്ക് നൽകിയത് 2 ലക്ഷം മുതൽ 4 ലക്ഷം രൂപ വരെയാണെന്നാണ് NIAയുടെ കണ്ടെത്തൽ. അതേസമയം മനുഷ്യക്കടത്ത് റാക്കറ്റിന് കേരളത്തിലെ ചില സ്വകാര്യ ആശുപത്രികളുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന വിവരവും NIAക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിലെ ചില സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് NIA അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മനുഷ്യക്കടത്ത് സംഘവുമായുള്ള ആശുപത്രികളുടെ ഇടപാടുകൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 കൊച്ചി.